Hello friends, Assalamu alaikum. Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുഞ്ഞ് വ്ളോഗാണ്. ഒരു ഡെയിലി വ്ളോഗ് പോലെ എടുക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എസുമോൻ വന്നിട്ട് ഇന്നേക്ക് ഒരു മാസം കറക്റ്റ് ആയിട്ടുണ്ട്. മാഷാ അല്ലാ. അന്നേരം ഞാൻ വിചാരിച്ചു ഫോട്ടോസൊക്കെ 1 മന്തിൻ്റെ നമുക്ക് ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. അതാകുമ്പോൾ പിന്നീട് നമുക്ക് കാണാൻ നല്ല രസമാണ്. പിന്നെ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വരുന്ന സമയത്ത് 1 മന്ത് 2nd മന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോസ് നമ്മളെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ തന്നെ ഒരു 1 മന്ത് എന്നുള്ള ഒരു തീമൊക്കെ ഒരുക്കിയിട്ട് ഞാൻ തന്നെ ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് കുറേ മോഡലൊക്കെ ഗൂഗിളിൽ പിൻട്രസ്റ്റിൽ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ ഒരു ചെറിയ ബലൂൺ ടീം മോഡലൊക്കെയാണ് ഞാൻ ഈ ഫസ്റ്റ് മന്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഒരു കുഞ്ഞ് നമുക്കൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അവനക്ക് വേണ്ടിയിട്ട്. പക്ഷേ ആ കേക്ക് വൈകുന്നേരം എത്തുള്ളൂ. വൈകുന്നേരമായിരിക്കും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നീട് നമുക്ക് കാണുമ്പോൾ നല്ല രസമൊക്കെ ആണല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ ഇന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. എൻ്റെ മൂത്തൻ്റെ മക്കളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇന്ന് സാറ്റർഡേ ആയതിനെ കൊണ്ട് തന്നെ സൈബോട്ടിക്കൊന്നും സ്കൂളില്ല, സൈബ് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് വയ്യ കാണാം. കുളിച്ചിട്ട് റെഡിയായി ഫോണുമ്മ കളിച്ച് കിടക്കാട്ട്. അവളെ പുതിയ പപ്പു ബേബീനെയും കൂട്ട് പിടിച്ചിട്ടാണ് അവൾ കിടക്കുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ഹെസു ബേബി ഇവിടെ കിടന്നുറങ്ങാണ്. അവന് നല്ല ഉറക്കില്ല കേട്ടോ. ഉള്ള ഉച്ചാണ് ഇതേപോലെ തലേൻ്റെ മുകളിൽ നോക്കട്ടെ, അയാൾക്ക് നിൽക്ക് നോക്കട്ടെ. ഉച്ചയായപ്പോഴത്തേക്കും മിൻഷിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ട്രെയിനിങ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനേക്ക് പിന്നെ എൻ്റെ മൂത്തയും മക്കളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇത്താത്തൻ്റെ ചെറുതാട്ടോ. പിടിച്ചിട്ടാ ഷഡ് വരുന്ന സമയത്ത് മോനിക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. അങ്ങനെ അതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും ചോറൊക്കെ വിളമ്പി നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മാമിയും മക്കളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടിയും എപ്പത്തെയും പോലെയും കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഒപ്പരൊക്കെ ഇരുന്ന് പിന്നെ ഈവനിങ് ആയപ്പോൾ ഇവരങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ ഓഫീസിലുള്ള എൻ്റെ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കും നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റും കാര്യങ്ങളുമാണ്. പിന്നെ ഈ പൊട്ടിക്കുന്നത് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ 40ൻ്റെ ഫംഗ്ഷൻ്റെ ടൈമിൽ മോനിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്ത ഡ്രസ്സാണ്. അപ്പം കസ്റ്റമൈസായിട്ട് നമ്മൾ പേര് എഴുതിയിട്ടുള്ള ഡ്രസ്സാട്ടോ, അതാണിത്. അങ്ങനെ പിന്നെ എല്ലാവരും പോയതിന് ശേഷം പിന്നെ നമ്മൾ ഈവനിങ്ങത്തെ ചായ കുടിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് മിക്സർ ഉണ്ടായിരുന്നു, ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവള് പിന്നെ എപ്പോഴും ഫോണിൽ നോക്കിയിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. പ്രതീക്ഷിക്കാണ്ട് വീണ്ടും ഗസ്റ്റുകളൊക്കെ വന്നു. ഫസ്റ്റ് പിന്നെ എൻ്റെ മൂത്തൊക്കെ വന്നതിന് ശേഷം പിന്നെ എൻ്റെ മാമിയും മക്കളൊക്കെ വന്നിട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അതാ പ്രതീക്ഷിക്കാണ്ട് എൻ്റെ ഓഫീസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ വന്നപ്പോൾ സന്തോഷമായി. കാരണം ഞാൻ അവർ വരുന്ന തീരെ വിചാരിച്ചിട്ടില്ല. അവർ പെട്ടെന്ന് വിളിച്ചിട്ട് ഞങ്ങളിത് ഇവിടെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. കുറേ ആയില്ല അവരൊക്കെ കണ്ടിട്ട്. അങ്ങനെ പിന്നെ അവർ വന്ന് നമ്മൾ കുറേ സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ച് നമ്മൾ കുറേ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അവരങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് തന്നെ എൻ്റെ എസൂന് ഫസ്റ്റ് മന്ത് ഇന്ന് പൂർത്തിയാവണം. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഞാൻ ചെറിയൊരു വീഡിയോ ആണ് എടുക്കാൻ വിചാരിച്ചത് തന്നെ. അപ്പം അവൻ്റെ ഫസ്റ്റ് മന്തിൽ ചെറിയൊരു എന്താ പറയുക ഗസ്റ്റുകളൊക്കെ വന്നപ്പോൾ തന്നെ ചെറിയൊരു ഫങ്ഷൻ പോലെ അങ്ങോട്ടായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് കേക്കാട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ കേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിനിയിപ്പം അവനെ ഒരുക്കിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ പോവാണ്. അപ്പം നമുക്കിനി നോക്കാം. എന്താണ് അറിയുന്നത് ഗൈസ്, നമ്മുടെ എല്ലാ വീഡിയോയിലും അപ്പപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒരേ ഒരാളാണ് നമ്മുടെ സ്വന്തം ഗെച്ചട്ടെ. ഇതാണ് ഞാൻ മോനിക്ക് വാങ്ങിയിട്ടുള്ള ഫസ്റ്റ് മന്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്ക് കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത് ഫോട്ടോ അവൻ്റെ കൂടെ എടുക്കാൻ വേണ്ടിയിട്ടേനും. പക്ഷേ വിചാരിച്ച പോലെ നമുക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിനൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോൻ്റെ ഫോട്ടോസ് മാത്രം വേഗം എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയി. നമ്മുടെ ഈ വീഡിയോ
ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ എസുട്ടൻ്റെ എന്താ പറയുക ഫോട്ടോസ് എടുക്കുന്ന വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. കേക്ക് വെച്ചിട്ടുള്ള കുറേ പോസ്റ്റ്, അതേപോലെ ഒന്നുള്ള കുറേ പോസ്റ്റുകളൊക്കെ ഞാൻ കുറേ കണ്ടു വെച്ചിട്ടൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു, അതേപോലെ അവനക്ക് എടുക്കണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അവൻ്റെ മൂഡ് തീരെ ശരിയില്ല. അതുകൊണ്ട് നമ്മളോട് അവൻ സഹകരിച്ച് തന്നില്ല. അതുകൊണ്ട് കയ്യിൽ നിന്ന് 2-3 ഫോട്ടോസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ച പോലെ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ഞാനൊരു ഡ്രസ്സ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തേക്ക് വേണ്ടിയിട്ട്. പക്ഷേ ആ ഡ്രസ്സ് ഭയങ്കര ചെറുതായിപ്പോയി. അത് അവന് പ്രസവിച്ച ആ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി പറയുകയാണെങ്കിൽ ഒരു സുഖമില്ലാത്ത രീതിയിലായി പോയിരിക്കുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം. പിന്നെന്താ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം എന്നും പറയുന്ന പോലെ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതിലുള്ള